എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന കുറേ അധികം കമൻറ്റിൽ, അതായത് സ്പെഷ്യലായിട്ട് ഒരു 5-6 കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. ഇനി ഈ ഉദയഗിരിജയുടെ പ്രശ്നം നിങ്ങളിങ്ങനെ എടുത്തു വെച്ച് അലക്കുകയാണെങ്കിൽ അവിടെ മറ്റൊരു റീപ്ലേസ്മെൻ്റ് ഉണ്ടോ, നിങ്ങൾ നോക്കുമോ അവരെന്ന് ഞാൻ അതിനുള്ള മറുപടി ഇട്ടിരുന്നു. ഗാന്ധി ഭവൻ പോലുള്ള അല്ലെങ്കിൽ അതേപോലെ തന്നെ ഓഫനേജസ് ഒരുപാടുണ്ട്. സെൻറ്റ് ജോസഫ് കോൺവെൻറ്റ് സ്ഥിരമായിട്ട് കുട്ടികളെ നോക്കുന്നുണ്ട്. അതിപ്പം നിങ്ങളുടെ മതാടിസ്ഥാനത്തിൽ പറ്റത്തില്ലെങ്കിൽ അതിന് തക്കവണ്ണമുള്ള പാരലായി വേറെ അധികം സ്ഥാപനങ്ങളുണ്ട്. അവിടേക്ക് കുഞ്ഞുങ്ങളെ ഷിഫ്റ്റ് ചെയ്യും. ഇങ്ങനൊരു അറ്റ്മോസ്ഫിയറിൽ അവരവിടെ പറ്റത്തില്ല എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. മനസ്സിലാകാതെയാണോ എന്നറിയത്തില്ല. കമൻസിൻ്റെ ഒരു പെരുമഴയാണ്. അപ്പം ചില കമൻസിൻ്റെ ഒരു മറുപടി എന്നതുപോലെ ഒരു കാര്യം പറയണമെന്ന് തോന്നി. അതിലൊരു കാര്യം ഞാൻ പറയാം. അവിടെയുള്ള പെൺകുട്ടികൾ പരാതിപ്പെട്ടില്ല. എന്തുകൊണ്ട്? ഇത്രയും കാലം എവിടെയായിരുന്നു? ഈ സ്ഥാപനത്തിനെ തകർക്കാൻ വേണ്ടിയിട്ട് ആരോ ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഇതാണ്, എന്തോ ഗൂഢാലോചന നടക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ചങ്ങാതിക്കൂട്ടത്തിലെ ആ പയ്യൻ അവിടെ പോയ സമയത്ത് തന്നെ അവൻ നല്ല രീതിയിൽ അതിനെ വാർത്ത ചെയ്തു പുറത്തേക്ക് ഇട്ടു. കാരണം അവൻ അന്ന് മിണ്ടാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. ഇപ്പം ഞാൻ അവിടെ പോയി എനിക്ക് കണ്ട കാര്യങ്ങൾ ഞാൻ വാർത്ത ചെയ്താൽ എന്നെ എല്ലാവരും കൂടെ ആക്രമിക്കും. ഇത്രയും തെളിവ് വെച്ചിട്ട് ഞാൻ വാർത്ത ചെയ്തിട്ട് പോലും എന്നെ ആക്രമിക്കുന്നുണ്ട് കമൻറ്റിൽ. അപ്പോൾ ഈ ഒരു കാര്യം ഞാൻ അവിടെ പബ്ലിക്കിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അക്സെപ്റ്റൻസ് ഉണ്ടാവില്ല. എപ്പോൾ അത് അക്സെപ്റ്റൻസ് ആകും? തെളിവുകളുടെ അടിസ്ഥാനത്തിൽ. അവിടെ വന്ന് അവിടെ വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവർ മെജോറിറ്റി എങ്ങനെയുള്ളവരായിരിക്കും? വളരെ കഷ്ടപ്പെടുന്ന ജീവിത സാഹചര്യത്തിലുള്ളവരായിരിക്കും അവിടെ വന്ന് ചേരുക. ജോലിക്കായിരുന്നാലും ശരി തന്നെ, കുട്ടികൾ, അതായത് വൃദ്ധസദനത്തിലേക്ക് വരുന്നവരായിരുന്നാലും ശരി തന്നെ, അവിടെ ചൈൽഡ് ലൈനിലേക്ക് വരുന്നവരായാലും ശരി തന്നെ, ഇവരൊക്കെ വളരെ ദുഷ്കരമായ സാഹചര്യത്തിൽ ജീവിക്കുന്ന മനുഷ്യരാണ്. അവർക്ക് മറ്റു വഴികളില്ലാത്തതുകൊണ്ടാണ് അവിടെ വന്ന് ചേരുന്നത്. ഫുഡില്ല എന്ന് പറഞ്ഞാൽ അമ്മ കരയുന്നത് കണ്ടോ? നമുക്ക് എത്ര വേദന ഉളവാക്കുന്ന ഒരിതാണ്. നമ്മുടെ മൂത്തുമ്മമാർ അല്ലെങ്കിൽ നമ്മുടെ അമ്മയോ അമ്മയുടെ അമ്മയോ ഒക്കെ നമ്മുടെ കൈകളിൽ ഇല്ലല്ലോ എന്ന് വേദനിക്കുന്നവരാണ് മെജോറിറ്റി മലയാളികളും. നമുക്ക് നോക്കാൻ സാധിക്കുന്നില്ലല്ലോ എന്ന് കരയുന്നവരാണ്. പൈസ, അത്യാവശ്യ വസതിയൊക്കെ ഉള്ളവർ നമ്മുടെ അമ്മയെ നമുക്ക് നോക്കാൻ സാധിക്കുന്നില്ലല്ലോ, സമയം കിട്ടുന്നില്ലെന്നൊന്ന് പറയുന്നവരാണ്. അവരുടെ മുമ്പിലേക്ക് അമ്മയുടെ ചിത്രം ഞാൻ വെച്ചു. എന്നിട്ടും അതിൻ്റെ താഴെയും വരുന്ന കമൻറ്റ് ഇതാണ്, ഇവരൊക്കെ എവിടെ പോയിരുന്നു എന്ന്. ആ അമ്മ ഈ സ്ഥാപനം പൊളിക്കാൻ വേണ്ടിയാണോ അത് പറയുന്നത്? ഒരിക്കലുമല്ല. അവർ പറയുന്നത് കൃത്യമാണ്, കറക്റ്റ് കാര്യമാണ് പറയുന്നത്. പക്ഷെ അത് ഉൾക്കൊള്ളാനുള്ള മാനസിക വലിപ്പം നിങ്ങൾക്കില്ല. അതുകൊണ്ടാണ് ആ രീതിയിൽ വർത്തമാനം പറയുന്നത്. ഇനി അവിടെ വർക്ക് ചെയ്ത കുറേയധികം കുട്ടികൾ എന്നെ കോണ്ടാക്ട് ചെയ്തിരുന്നു. പലരും പേടിച്ച് പിന്നെ വിളിച്ചിട്ടില്ല. കാരണം ജീവിതം മുഴുക്ക നരകത്തിലായിരുന്നു. ആരുമില്ലാതെ ഒറ്റപ്പെട്ടു പോയ കുട്ടികളെ അവിടെ കൊണ്ടുവന്നിടുന്നു. അതിനുശേഷം അവർക്ക് തോന്നിയപടി 17 വയസ്സിലും 18-ലും ഒക്കെ ആരുടെ കൂടി പറഞ്ഞങ്ങ് വിടുകയാണ്. അതിനു മുമ്പ് അവിടുത്തെ ഉള്ള കുണ്ടവേല അത്രയും ചെയ്യിക്കുകയും ചെയ്യുകയാണ്. അത്രയും ക്രൂവൽറ്റി അനുഭവിച്ചവർ എവിടെയോ സെക്യൂറായി ഇരിക്കുമ്പോൾ ആ കുട്ടികളെ പറ്റി വീണ്ടും ഇവരെടുത്ത് വെച്ച് വീഡിയോ ചെയ്യുന്ന ഭയത്തിൽ ഒളിച്ചു മാറി നിൽക്കുമ്പോൾ ആ കുട്ടികളുടെ വോയിസ് ഞാൻ കൊണ്ടുവന്ന് കേൾപ്പിക്കണോ? എനിക്ക് ബോധ്യപ്പെട്ട കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു. എന്നിരുന്നാലും അവിടെ ഉണ്ടായിരുന്ന ഒരു അന്തേവാസി തന്നെ പറയുന്ന ഒരു വോയിസ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ പ്ലേ ചെയ്യാണ്, കേട്ടു നോക്കുക. അതെ ചേച്ചി, ഞാൻ അവിടുത്തെ ഒരു സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ പോരാ, ഞാൻ അവിടെ ഒരു അന്തേവാസി കൂടിയായിരുന്നു. അപ്പൊ ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് അവിടെ നിന്നിരുന്നത്. നമ്മൾക്ക് നമ്മുടെ രാവിലെ ജോലി ചെയ്യുന്നു. അപ്പൊ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോ എന്നെ സ്റ്റാഫായിട്ട് എടുത്ത് സ്റ്റാഫായിട്ട് ഞാൻ ജോലി ചെയ്തു. അപ്പോഴും അമ്പിളി ഉണ്ട് കൂടെ. അപ്പം ജോലിക്ക് ഇതാണെങ്കിൽ പോലും നമ്മൾ അവിടെ നിന്നു. കാരണം ഒരു ഓർഫനേജ് കൂടി ആയതുകൊണ്ട് നമ്മൾക്ക് കഴിയുന്ന ഹെൽപ്പ് നമ്മൾ ചെയ്യണമെന്ന് തോന്നി നമ്മൾ അങ്ങനെ നിന്നു. അത് കഴിഞ്ഞപ്പോണ്ടല്ലോ ഇല്ലാത്ത കേസ് ഒക്കെ എഴുതി. എന്തോ ഒരു ചെറിയ പ്രശ്നം വന്നപ്പോഴത്തേനും ഇല്ലാത്ത കേസൊക്കെ എഴുതി പിന്നെ എന്നെ പീഡന കേസിൽ അകത്താക്കും എന്ന് പറഞ്ഞു. കാരണം ഇതിന് മുൻപ് നിന്നവരുടെ അവസ്ഥ ഞാൻ കണ്ടതാ. പിന്നെ ജീവരക്ഷയും കൊണ്ട് മാറുക എന്നല്ലാതെ വേറെ വഴിയില്ലായിരുന്നു. പിന്നെ ഒരു കണക്കിന് അവിടെ നിന്ന് രക്ഷപ്പെട്ടു. ഇപ്പൊ വർഷം 3-4 കഴിഞ്ഞു. പിന്നെ ഇതൊക്കെ പോസ്റ്റുകളൊക്കെ കണ്ടു കഴിഞ്ഞപ്പം അങ്ങനെ ഞാന് ഇവരുടെ ഈ ന്യൂസുകളൊക്കെ കണ്ടത് കഴിഞ്ഞ ദിവസം. എനിക്ക് കുഞ്ഞുങ്ങളുണ്ട്. എന്റെ കുഞ്ഞുങ്ങളുടെ മുന്നിൽ വെച്ചാണ് എന്നെ പട്ടിയെ തല്ലുന്ന പോലെ അവിടെ തല്ലിയത്. പക്ഷെ ഈ CWC എന്ന് പറയുന്നത് കണ്ണടച്ച് വിശ്വസിക്കരുത്. ഇപ്പോഴത്തെ CWC ഇതിന് മുന്നിൽ ഇരുന്ന ആൾക്കാർ നല്ല മനുഷ്യരാണ്, നല്ല ആൾക്കാരാണ്, നമ്മളോട് സംസാരിക്കാനെങ്കിലും കൂട്ടാക്കും. പക്ഷെ ഇപ്പൊ ഇരിക്കുന്ന എന്തോ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ പകുതി മുക്കാലും ഇവർക്ക് തന്നെ സപ്പോർട്ട് നിൽക്കുന്ന ആൾക്കാർ തന്നെയാണ്. കാരണം സാധ്യത ഉണ്ടായിട്ട് പോലും എന്റെ കുഞ്ഞുങ്ങളെ എന്നെ കാണിച്ചിട്ടില്ല ഇവര്. ഈ CWC കാര്യം ഞാൻ 3-4 അപേക്ഷ ഓൺലൈനും കൊടുത്തു, പിന്നെ അല്ലാതെയും കൊടുത്തിട്ടുണ്ട്. പക്ഷെ കാണാൻ പോലും സമ്മതിച്ചിട്ടില്ല. 4 വർഷമാകും. എല്ലാം കൊണ്ട് പെട്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് എനിക്ക് ഒന്നിലോട്ടും ഇടപെടാൻ പറ്റാത്തൊരവസ്ഥ വന്നേക്കുന്നത്. ഞാൻ അമ്പിളി എന്ന് പറഞ്ഞ ആളുടെ ആ പല്ലവി ചേച്ചിയുടെ പോസ്റ്റ് കിടക്കുന്ന ആളെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ആ കൊച്ചിനെ, അമ്പിളി എന്ന് പറഞ്ഞ അവളെ ഒരു റൂമിനകത്ത് കയറ്റിയിട്ട് മലത്തിൽ കിടത്തിയിട്ട് ഗ്ലൗസ് ഇട്ടുകൊണ്ട് മുളക് പൊടി വാരി അതിന്റെ മൂത്രം ഒഴിക്കുന്ന നടത്തിയിട്ട്. ഇതിപ്പോ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് വില പോത്തില്ല. പക്ഷേ
ഏതെങ്കിലും ആൾക്കാരെ കൊണ്ട് ആ അമ്പിളിയെ കയ്യിൽ കിട്ടിയിട്ട് അമ്പിളിയോട് ചോദിക്കുവാണെങ്കിൽ അമ്പിളിയുള്ള കാര്യം പറയും. കാരണം അത് മൂത്രം ഒഴിക്കാനൊന്നും പറ്റാതെ കുറെ കാലം നടന്നതാണ്. നമ്മളൊക്കെ പെട്ടുപോവുകയുള്ളൂ. അതുകൊണ്ടാണ് ആരും എന്റെ ഒരു ഫ്രണ്ടിനെ ആലോചിച്ചു. അപ്പം ലാസ്റ്റ് വന്നു കഴിഞ്ഞപ്പം പെണ്ണ് കാണാൻ വന്നത് സ്ഥാപനത്തിലോട്ടാണ്. അങ്ങനെ മേഡം പറഞ്ഞിട്ട് ഇച്ചിരി പ്രശ്നമായി. അത് എന്റെ ഭാഗത്തെ തെറ്റ്. അപ്പൊ ഞാൻ അങ്ങനെ ആ ഒരു പ്രശ്നത്തിലാണ് ഞാൻ അവിടുന്ന് രണ്ടാമത് ഇറങ്ങുന്നത്. ആദ്യം പോയിട്ട് തിരിച്ചു വന്നതാണ്. ഞാൻ അവിടെ സ്റ്റാഫില്ല വായോ വിളിച്ചിട്ട് വന്നതാണ്. അതിന് മുന്നത്തെ കാര്യമാണ് പറഞ്ഞത് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. കാരണം അവിടെ നിന്ന് ആരും പരാതിപ്പെടുത്തില്ല. പരാതിപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നോട് പറഞ്ഞു എന്റെ വീട് കയറി കത്തിക്കും. അവർ വീട് കയറി കത്തിക്കും, ജീവിക്കാൻ സമ്മതിക്കില്ല എന്നാ പറഞ്ഞിരിക്കുന്നത്. വായോ വിളിച്ചിട്ട് വന്നതാണ്. അതിന് മുന്നത്തെ കാര്യമാണ് പറഞ്ഞത് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. കാരണം അവിടെ നിന്ന് ആരും പരാതിപ്പെടുത്തില്ല. പരാതിപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നോട് പറഞ്ഞു എന്റെ വീട് കയറി കത്തിക്കും, ജീവിക്കാൻ സമ്മതിക്കത്തില്ലെന്ന്. നമ്മൾക്ക് ഈ സോഷ്യൽ മീഡിയ കിടന്ന് ഇവര് നാട്ടിക്കുകയും ചെയ്യും. ഇല്ലാത്ത കേസ് മൊത്തം നമ്മുടെ മണ്ടയ്ക്ക്. കാരണം നമുക്ക് ചോദിക്കാനും പറയാനും പ്രത്യേകിച്ച് ഒരുപാട് ആൾക്കാരൊന്നും ഇല്ല. അപ്പം നമ്മളൊക്കെ പെട്ടുപോവുകയുള്ളൂ. അതുകൊണ്ടാണ് ആരും എന്നെക്കുറിച്ച് പറയാത്തത്. എനിക്ക് അടി കിട്ടിയിട്ടുണ്ട് അവിടുന്ന്. എന്നെ പട്ടിയെ തല്ലുന്നതിന്റെ കൂട്ട് എനിക്ക് കുഞ്ഞുങ്ങളുണ്ട്. എന്റെ കുഞ്ഞുങ്ങളുടെ മുന്നിൽ വെച്ചാണ് എന്നെ പട്ടിയെ തല്ലുന്ന പോലെ വിട്ടിട്ട് തല്ലിയത്. ഇനി നിങ്ങൾ പറയും ഇവരെ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടിയിരുന്നത്? ഇവരെ മിണ്ടിയാൽ അവർ കൊണ്ടുപോയി പോക്സോ കേസ് കൊടുക്കും. പോക്സോ കേസിന് ജാമ്യം കിട്ടില്ല, അകത്തായി പോകും. അവർ 14 ദിവസം റിമാൻഡിൽ വരെ കിടന്നു. അവരുടെ 2 കുഞ്ഞുങ്ങൾ അവിടെ ഉണ്ട്. ആ കസ്റ്റഡി അവരുടെ കയ്യിലാണ്. CWC അവരെ കാണാൻ പോലും അനുവദിക്കുന്നില്ല. ക്രിമിനലാക്കി മുദ്ര കുത്തി അങ്ങ് മാറ്റുകയാണ്. പെറ്റതള്ളയല്ലേ. ഇത്രയോ നന്മമരമായ ഒരു സ്ത്രീ ചെയ്ത കാര്യമാണ് അവർ പറയുന്നത്. ഇതേപോലെ ഒരു 100 പേരുടെ വോയിസ് ഞാൻ കൊണ്ടുതരാം. ഒത്തിരി പേര് തയ്യാറായി നിൽക്കുന്നുണ്ട് വോയിസ് തരാനായിട്ട്. ഒത്തിരി പേര് പറയുന്നുണ്ട്. ഞാൻ ഇവരുടെയൊക്കെ അവസ്ഥ കണ്ട് മനസ്സിലായി, അവർ പറയുന്നത് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് അവരുടെയൊന്നും മുഖമോ അവരുടെയൊന്നും ആ പറയുന്ന വോയിസോ പുറത്തേക്ക് ഇടാൻ തയ്യാറാവാത്തത്. ഒറ്റയ്ക്ക് അവർ ഫേസ് ചെയ്യത്തില്ല. എല്ലായിടത്തും എനിക്ക് ഓടിയെത്താനും ഒക്കില്ല. അപ്പോൾ നിങ്ങൾ വിവരം അറിയുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശ ലക്ഷ്യം. ബാക്കി സാംസ്കാരിക നായകന്മാരുണ്ടാവുമല്ലോ, വാർത്തകളായ കാര്യമാണല്ലോ, എല്ലാവരുടെ ഏറ്റെടുക്കും, എല്ലാവരും കൂടെ തീർക്കും. ഒന്നാം ഷോ ഒന്നുമല്ല ഇത്. ധൈര്യസമേതം പുറത്തു പറയാൻ കാണിക്കുന്ന ഒരു ആർജവം എനിക്കും ബാധകമാകുന്ന ഒരു വിഷയമാണ്. കേസ് വരുമ്പോൾ ഞാൻ മാത്രം ഫേസ് ചെയ്യുന്നതാവും. ഇപ്പം കണ്ടില്ലേ ജാമ്യതയുടെ വിഷയം, അതൊരു സോഷ്യൽ ഈവിളായിരുന്നു. എല്ലാവരും പറഞ്ഞു കേസ് കൊടുത്തു, ഞാൻ കേസ് കൊടുത്തു. അവസാനം ഞാൻ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ കേസ് ഫേസ് ചെയ്യുന്ന ഞാൻ മാത്രമാണ്. ബാക്കിയുള്ളവരൊക്കെ എല്ലാവരുടെയും സമയം കഴിഞ്ഞു പോയി. നിങ്ങൾക്ക് ഹൃദ്യമാകുന്ന രീതിയിൽ സംസാരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുവന്ന് തരിക എന്നതിനപ്പുറം ഒത്തിരി റിസ്ക് എടുക്കാൻ പറയരുതെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇതുകൊണ്ട് തന്നെയാണ് ആരും മുൻപോട്ട് വരാത്തത്. അവരനുഭവിക്കേണ്ടി വരും. ഇവർ അത്രയും ഡേഞ്ചറാണ്. ഇനി അയാളെ പറ്റി അറിയുന്നത് ആര്? ആ പറയുന്ന വ്യക്തി, ഇപ്പോൾ ഇവർ വിവാഹം കഴിച്ച വ്യക്തി. അവരെ പറ്റി അയാളെ പറ്റി പറയുന്നത് കേട്ടാൽ നമുക്ക് തന്നെ ഭയപ്പാട് തോന്നും. ഇത്രയും ദുഷ്ടനൊന്നും. ഗുണ്ടയാണ്, പ്യുവർ ഗുണ്ട. ഒരു സ്ത്രീയുടെ കയ്യിൽ നിന്ന് അവളുടെ സ്വത്തുവകകൾ അടിച്ചു മാറ്റിയ ശേഷം മറ്റൊരു സ്ത്രീക്കൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അവളെ വൃത്തികെട്ടവളായി മുദ്ര കുത്തുന്ന ഒരു രീതി, അവളുടെ മകളെ പോയി ആക്രമിക്കുമെന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്ന രീതി, അതൊരു ഗുണ്ടയ്ക്ക് വശമുള്ള കാര്യമല്ലേ? മൊത്തം ഉടായിപ്പാണ് അവിടെ നടക്കുന്നത്. പൊതുസമൂഹത്തിലേക്ക് നമ്മൾ ഈ വിഷയം കൊണ്ടുവന്ന് തരാൻ മാത്രമേ നമ്മളെ കൊണ്ട് സാധിക്കുകയുള്ളൂ. ഫിസിക്കലി ഞാൻ ഫിറ്റല്ല, അതേപോലെ ഈ കുട്ടികളൊക്കെ തന്നെ പ്രാരാബ്ധക്കാരാണ്, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ്. ചിലരൊക്കെ രഹസ്യമായിട്ടാണ് പറയുന്നത്. അത് നിങ്ങൾ വിചാരിക്കുന്ന കണക്ക് ഫോൺ ത്രൂ വളരെ സൗണ്ട് കുറച്ച് പറയുന്ന കേൾക്കാം, പാവം തോന്നും. അങ്ങനെയൊക്കെ ഞാൻ ഒരുപാട് വോയിസുകളുണ്ട്. അനുഭവം അവർ പറയുന്നത് തന്നെയാണ്. ഒരു പെൺകുട്ടിയെ മലത്തിൽ കിടത്തി അവളുടെ മർമ്മസ്ഥാനത്തേക്ക് മുളക് പൊടി ഇട്ടുകൊടുത്ത് അതിന് മൂത്രം ഒഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കി എന്ന് പറയുകയാണ് അമ്പിളി എന്ന പേരുകാരി. ഇല്ലെന്ന് നിഷേധിക്കട്ടെ, നിഷേധിക്കുമ്പോൾ ബാക്കി കൊണ്ട് കൊടുത്താൽ പോരെ. എത്ര പേര് അങ്ങനെ ഇവർ തന്നെ കൊടുത്ത കേസുകളുടെ ലിസ്റ്റ് വിവരാവകാശം വെച്ചിട്ടുണ്ട്, വരട്ടെ, അപ്പോൾ അറിയാം. ഒരു സ്ഥാപനം നടത്തുമ്പോൾ ഒരു പീഡനം സമ്മതിച്ചു, നിരന്തരം പീഡനം എങ്ങനെ നടക്കുന്നു അതിനകത്തില്ലേ? പീഡന പരാതി കൊടുത്തിരിക്കുന്ന ഇവരാണെങ്കിൽ നിരന്തരം പീഡനം അവിടെ നടക്കുന്നുണ്ടെങ്കിൽ അതവരുടെ കെടുകാര്യസ്ഥതയല്ലേ? അവർ കാര്യസ്ഥ എന്ന നിലയിൽ ഒരു തോൽവി എന്നല്ലേ എൻ്റെ അർത്ഥം? ചോദ്യം ചെയ്യേണ്ടത് ഞാനല്ല, CWC ആണ്. ഇപ്പോൾ റീസെൻ്റ്ലി CWCയിൽ ഒരാളെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. എന്തിനാണെന്നറിയാം? ഒരു പോക്സോ പ്രതിക്ക് അത്യാവശ്യം ഇത് വെച്ച് കൊടുത്തു. നമുക്ക് ചില സർക്കുലറുണ്ട്. ഇങ്ങനെ അനാഥാശ്രമങ്ങളിൽ നിന്ന് കുട്ടിയെ ദത്തെടുക്കുകയോ വിവാഹം കഴിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അയാളുടെ ഫിനാൻഷ്യൽ കണ്ടീഷൻ ശരിക്കും മനസ്സിലാക്കണം. അത് പോകുന്ന സെക്യൂർ ഹാൻഡിലാണോ അല്ലയോ എന്നറിഞ്ഞിരിക്കണം. കാരണം എപ്പോഴും വേണമെങ്കിലും തൂങ്ങാവുന്ന കേസാണ്. ഈ കുട്ടിക്ക് എന്ത് സംഭവിച്ചാലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഗവൺമെൻറ്റാണ്. ഗവൺമെൻറ് പ്രതി കൂട്ടി വരുന്ന ഒരു കേസ് തന്നെയാണ്. അത് അത്രയും സിൻസിയറായിട്ട് ഹാൻഡിൽ ചെയ്യേണ്ട കാര്യമാണ്. കുഞ്ഞ് ഗവൺമെൻറ്റിൻ്റെതാണ്. നമ്മൾ പറയും അനാഥരാണ്. സത്യത്തിൽ നമ്മളൊക്കെയാണ് അനാഥര്. അമ്മയും അച്ഛനും ഒക്കെ ഉള്ള അനാഥര് നമ്മളാണ്. അവരൊക്കെ പ്രോപ്പർ ഹാൻഡിലാണ്. കാരണം അവരുടെ ഫുൾ എമൗണ്ട് സെറ്റിൽ ചെയ്യുന്നത്, അതായത് അവരുടെ എക്സ്പെൻസ്
പഠിക്കാനുള്ളത്, വസ്ത്രം, ആഹാരം ഒക്കെ സെറ്റിൽ ചെയ്യുന്നത് ഗവൺമെൻറ്റാണ്. ഗവൺമെൻറ് നോക്കും. ബാക്കി ബോണസാണ് അവർക്ക് കിട്ടുന്നത്. അത് നടത്തിപ്പുകാരിയായി മാത്രം നിൽക്കുന്ന ഒരു സ്ത്രീയുടെ ക്രൂരതകളാണ് പറയുന്നത്. ചിലരെ സോഷ്യോപാത്ത് എന്ന് പറയും. സൊസൈറ്റിയിൽ അവരുടെ ഫേസ് ഭയങ്കര സൂപ്പറായിരിക്കും, പക്ഷെ അവർ സോഷ്യോപാത്താണ്. അവരുടെ ഉള്ളിലുള്ള ആ ബുദ്ധി, ക്രിമിനൽ ബുദ്ധി പുറത്തുള്ളവർക്ക് മനസ്സിലാകത്തില്ല. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ അവതരിപ്പിക്കുന്നതാണ് ശരിയെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ ഇതിന് ഒപ്പം നിന്നത്. ഈ പറഞ്ഞ പെൺകുട്ടികൾ ആരും ധൈര്യത്തിൽ എൻ്റെ അടുത്ത് തന്നിട്ടില്ല. ഒരാൾക്കും ധൈര്യമില്ല. ഞാൻ മുഷിയുമ്പോഴാണ് അവർ കൊണ്ടുവന്ന് തരുന്നത്. ദേഷ്യം പിടിക്കാറുണ്ട് എനിക്ക്. ചേച്ചി എനിക്ക് പേടിയാന്ന് പറയും, അടിക്കാൻ തോന്നും. നിങ്ങൾ ഭയപ്പെടുന്നോ? അവിടെ നിങ്ങൾ തോറ്റു തുടങ്ങുകയാണ്. നമ്മൾ പൊരുതി നേടുക എന്നുള്ളതാണ്. നമ്മൾ എരന്ന് വാങ്ങിക്കുന്നതല്ല നമ്മളുടെ റൈറ്റ്സ്. മുഷ്ടി ചുരുട്ടി സമരമുറയിൽ അത്യാവശ്യത്തിൽ കൂടുതൽ ധൈര്യത്തോടുകൂടി ആഞ്ഞടിച്ച് ചോദിക്കണം. മുഷ്ടി ചുരുട്ടി ചോദിക്കണം. അത് ഇടിക്കൂന്ന് പറഞ്ഞിട്ടല്ല, അവകാശമാണത്. അത് ചോദിക്കാനുള്ള ധൈര്യം ഓരോ പെൺകുട്ടികൾക്കും ഉണ്ടാകട്ടെ. സമത്വം വേണമെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സമത്വം ഉണ്ടാകണമെങ്കിൽ ആദ്യം നിങ്ങളുടെ ഉള്ളിൽ അതുണ്ടാകണം. നിങ്ങൾ അടിമകളാണ്, അവർ ഉടമകളാണെന്നുള്ള തോട്ടുള്ളിടത്തും നന്നാവില്ല. കുഞ്ഞുങ്ങളെ വളർത്തുന്നത് കെട്ടിക്കാനല്ല. അത് പ്രത്യേകിച്ച് സാംസ്കാരികപരമായി ഇത്രയും ഉന്നതിയൊക്കെ പറയുകയും നവോത്ഥാനമൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു പ്രത്യേകതരം രാഷ്ട്രീയ പാർട്ടി ഭരിക്കുന്ന കേരളത്തിലുള്ള ഒരു ഓർഫനേജിലാണ് ഇത് സംഭവിക്കുന്നത്. അവിടെയാണ് നമുക്കിത് വിരോധാഭാസം മനസ്സിലാക്കുക. കുട്ടികളെ കെട്ടിച്ചു കൊടുക്കാനാണ് വളർത്തുന്നത്. അതവരുടെ ലൈഫിലൊരു ടേണിംഗ് ആണ്. ഒരു പാർട്ട്ണർ കിട്ടും. അതില്ലാത്തവർ എത്ര പേരുണ്ട്? വിവാഹമല്ല ആത്യന്തികമായ ലക്ഷ്യം. സാമ്പത്തിക ഭദ്രതയാണ് ഓരോ പെണ്ണിനും വേണ്ടത്. നമ്മൾ ഓരോരുത്തരും മക്കളെ കെട്ടിച്ചു കൊടുക്കുമ്പോൾ 100 പവൻ, 101 പവൻ, 50 പവൻ, 20 പവൻ, 10 പവൻ എന്തിനാണ്? മോളെ ഇട്ടൊരുക്കി വിടുന്നതല്ല, സാമ്പത്തികമായി അവൾക്കൊരു ഭദ്രത കൊടുത്തു വിടുന്നത്. അതാണ് ഏറ്റവും വലിയ വേസ്റ്റ് എന്ന് ഞാൻ പറയും. ഒരു വൈകയും കൊടുക്കരുത്. കുറച്ച് ഓർണമെൻറ്റ്സ് ഈ കിട്ടുമല്ലോ ഫേക്ക്, അത് വാങ്ങി അങ്ങോട്ട് ഇട്ട് കല്യാണം അങ്ങോട്ട് ആഘോഷമാക്കി അങ്ങ് പറഞ്ഞു വിട്ടു കൊടുക്കുക. ബാക്കി ആ സ്വർണത്തിൻ്റെ പൈസ ബാങ്കിലിട്ടിട്ട് മാസം അവൾ ഇത്ര വയസ്സാകുന്നവർ, 40 വയസ്സാകുന്നവർ എടുക്കാൻ പറ്റാത്തതാണ് ഒരു ഫിക്സഡ് സംഗതി ഇട്ടിട്ട് അതിൻ്റെ അങ്ങോട്ട് കൊടുത്താണ് അതിൻ്റെ ആ ബാലൻസ് ഷീറ്റിൽ ജീവിക്കട്ടെ എന്ന് വെച്ച് നോക്കിയാണ്. ഏറ്റവും സേഫ്റ്റി വിവാഹം അതാണ്. അങ്ങനെയാണ് നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ. കുട്ടികളെ സാമ്പത്തികമായി സെക്യൂർ ആക്കുക എന്ന് പറയുമ്പോൾ അവളുടെ പേർക്ക് കൊടുക്കുന്ന വസ്തുവകകൾ മറ്റവൻ കൊണ്ടുപോയി തിന്നാനുള്ള വഴിയാക്കി കൊടുക്കരുത്. നിങ്ങൾ അവിടെയോട്ട് വിട്ടുകൊടുക്കുന്ന കുഞ്ഞിന് ചിലവുകൾ ഉണ്ടെന്നുള്ള ബോധ്യം വേണം. ആ ചിലവുകൾ അവൾക്ക് മീറ്റ് ചെയ്യാൻ സാധിക്കണം. അതിനുള്ള വഴി അവൾക്കാക്കി കൊടുക്കണം. ഒന്നിനും അവളെ പഠിപ്പിച്ച് ജോലിയാക്കി കൊടുത്തുവിടുക. അല്ലാട്ടാൽ അവൾക്ക് മാസം ഒരു തുക കിട്ടുന്ന രീതിയിൽ ഒരു എമൗണ്ട് സെറ്റിൽ ചെയ്ത് കൊടുത്തുവിടുക. പെൺകുട്ടി ആയതുകൊണ്ടാണ് പറയുന്നത്. അതേപോലെ തന്നെ ആൺകുഞ്ഞുങ്ങളുടെ കാര്യത്തിലും അത് തന്നെയാണ്. പഠിപ്പിച്ച് ജോലിയാക്കി കൊടുത്തല്ലേ നമ്മളൊരു വിവാഹം കഴിപ്പിക്കുന്നത്. ജോലിയില്ലാത്ത പയ്യന് വിവാഹം ഉണ്ടോ? ആരെങ്കിലും ആലോചിക്കുക പോലും ചെയ്യുമോ? ഇല്ല. എന്തുകൊണ്ടാണ്? സാമ്പത്തിക ഭദ്രത അവന് വേണം. അവൻ സാമ്പത്തികമായി മുന്നിട്ട് നിൽക്കണം. ഒരു കുടുംബം പോറ്റേണ്ടതാണ് അവൻ. അതേ തോന്നൽ എന്തുകൊണ്ട് സ്ത്രീയുടെ കാര്യത്തിൽ വരുന്നില്ല? അപ്പം അത് വേറൊരു സബ്ജക്റ്റാണ്. ഞാൻ ഈ വിഷയത്തിൽ അത് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇവർ മുഴുക്ക ഫേക്കാണ്. എന്താണ് അവരുടെ ഉദ്ദേശം എന്നറിയില്ല. കുട്ടികളെ കിട്ടാതെ കഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ പഠിപ്പിച്ച് നല്ല ജോലിയിലാക്കിയ കുഞ്ഞുങ്ങളെ ഈസി ആയിട്ട് ആളുകൾ വിവാഹം കഴിച്ചു കൊണ്ടുപോകും. അതൊരു വലിയ ക്രെഡിറ്റ് ഒന്നുമല്ല. സ്വന്തം മകൻ കഞ്ചാവടിച്ച് കള്ളു കുടിച്ച് കിടക്കുന്ന മകൻ ഒരു എത്തിയും പെണ്ണെ കെട്ടി എന്ന് പറയുന്നത് ക്രെഡിറ്റ് എന്നാണ് തള്ള വിചാരിച്ചിരിക്കുന്നത്. അവന് കിട്ടിയ ലോട്ടറിയാണ് ആ കുട്ടി. എന്ത് ഇതെന്ന് പറഞ്ഞാലും അവന് കിട്ടിയ ലോട്ടറി തന്നെയാണ് ആ മോള്. അത് പിഴപ്പിച്ച് കിട്ടി. ഇപ്പം എന്തായി? കേസായോ? അത്രയേ ഉള്ളൂ. ഇപ്പം ചില വിഷയങ്ങൾ പറയുമ്പോൾ നിങ്ങൾ കമൻറ്റിൽ വന്നിട്ട് തർക്കം പറയാതിരിക്കുക. പറയുന്നുണ്ട്, കുറ്റമൊന്നുമില്ല, നിങ്ങളുടെ അഭിപ്രായം നമ്മൾ അംഗീകരിക്കേണ്ട കാര്യമാണ്. പക്ഷേ ഈ ഇത്രയും തെളിവ് വയ്ക്കുമ്പോൾ പിന്നെയും തർക്കം പറയണത് കന്നന്തിരിവാണ്. കാരണം ആ സ്ഥാപനം തകർക്കാൻ എന്ന ഒരു പ്ലാനിങ് എനിക്കില്ല. ആ സ്ഥാപനം നിലകൊള്ളട്ടെ, അത് പ്രോപ്പർ ഹാൻഡിൽ പോകട്ടെ. അവരെ കയ്യിൽ പറ്റൂല. അവർ ജസ്റ്റ് അവിടെ ഒരു ജോലിക്കാരിയായിട്ട് നിന്നോട്ടെ. അവരെ കൊണ്ട് അടുക്കള പണി ചെയ്യിക്കാൻ പറ. ജോലി ചെയ്ത് ചോറും കറിയും വെച്ചിട്ട് അവർക്ക് കൊടുക്കട്ടെ. അവർ സന്നദ്ധത പ്രകടിപ്പിച്ചൊരു കാര്യം ഇവരെ സംരക്ഷിക്കുക എന്നല്ലേ. അതിൻ്റെ ഓണർഷിപ്പ് കൊടുക്കണ്ട. ഓണർഷിപ്പ് മറ്റാരെങ്കിലും കൊടുക്കട്ടെ. അവരവിടെ ഇരുന്നോട്ടെ. അവർക്കൊരു തുക കൊടുത്ത് ശമ്പളം കൊടുത്ത് അവരവിടെ അത് നോക്കാൻ ഏൽപ്പിക്കട്ടെ. അത്രയും മതി. അതിനപ്പുറം എന്താണ് അവർക്ക് കൊടുക്കുന്ന ഇത്? അത് എന്താ നിങ്ങൾ ചിന്തിക്കാത്ത? അവിടെ ഉള്ളവരെ നിങ്ങൾ ആര് സംരക്ഷിക്കുന്നു? ഇവളിപ്പോൾ ചത്തുപോയി എന്ത് ചെയ്യും? ഗിരിജ എന്ന് പറയുന്ന സ്ത്രീ ചത്തുപോയി, എന്ത് ചെയ്യും? നെക്സ്റ്റ് ആൾ വരണ്ടേ? അതെന്താ നിങ്ങൾ ചിന്തിക്കാത്ത? സൈക്കോ ആയ ഒരു സ്ത്രീ അവിടെ നിലനിൽക്കുന്നതും അവരില്ലാത്തതും ഒരുപോലെയല്ലേ? അങ്ങനെ ചിന്തിക്കും. അപ്പോൾ ഇതാണ് അതിൻ്റെ സബ്ജക്റ്റ്. ഇനിയും ഉണ്ട് കുറേയധികം വോയിസുകൾ. ഞാൻ വരും ദിവസങ്ങളിൽ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഈ കുട്ടിയുടെ വിവരങ്ങളോ കാര്യങ്ങളോ ഒന്നും ചോദിച്ചു കൊണ്ട് വരരുത്, ഞാൻ തരില്ല.
അത് ഞാൻ പോലീസിന് മാത്രമേ കൈമാറൂ നെസസറി ആണെങ്കിൽ, അല്ലാതെ വേറെ ആർക്കും ഞാൻ തരത്തില്ല. ചോദിക്കേണ്ട. താങ്ക് യു.